ചെറുതായൊരപ്പത്തിൽ നിറവായൊരു ദൈവമിതാ നറുമീഞ്ഞിൻ തുള്ളിൽ നിണമാർന്നൊരു സ്നേഹമിതാ. യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓടാൻ. വേറെ ആരെയും മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഓടരുത്. നിങ്ങളുടെ വികാരി അച്ഛനെ കണ്ടുകൊണ്ട് നിങ്ങൾ ഓടരുത്. നിങ്ങളുടെ ധ്യാനഗുരുവിനെ കണ്ടുകൊണ്ട് നിങ്ങൾ ഓടരുത്. നിങ്ങളുടെ മിനിസ്ട്രിയുടെ തലവനെ കണ്ടിട്ട് നിങ്ങൾ ഓടരുത്. നിങ്ങളുടെ ചുറ്റുമുള്ള സഭയെ നയിക്കുന്നവരെ കണ്ടിട്ട് നിങ്ങൾ ഓടരുത്. ആരെ കണ്ടിട്ട് ഓടണം? നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഓടാൻ. നമ്മൾ ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ തീക്ഷ്ണതയോ നിങ്ങളുടെ വിശ്വാസത്തെയോ ഒക്കെ വളരെയധികം പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ വാർത്തകളിലും ഒക്കെ നിങ്ങൾ കണ്ടെന്ന് വരാം. ഹല്ലേലൂയ. ഞാൻ പറയുകയാണ്, നിങ്ങൾ വേറെ ആരെയും നോക്കരുത്. സഭ വിട്ടുപോകാം എന്ന് ചിന്തിക്കരുത്. ഇനി ഈ സഭയെ ഞാൻ പോകുന്നില്ല എന്ന് വിചാരിക്കരുത്. എന്ത് ചെയ്യണം? ആരെ മുന്നിൽ കണ്ടോണ്ടേ ഓടാവൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ഈശോ നമ്മളോട് നേരത്തെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. മത്തായി 24 എടുക്കുക. മത്തായി 24 ഈശോ ഇത് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. മത്തായി 24:8 മുതൽ ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. അത് മാത്രം ഒന്നുറക്കെ പറഞ്ഞേ. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. മനസ്സിലായി? ഇപ്പം നിങ്ങൾ വാർത്ത കാണുന്നതും നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നതും TV കാണുന്നതും യൂട്യൂബിൽ കാണുന്നതും ഒക്കെ ഈറ്റുനോവിൻ്റെ ആരംഭം. സഭയിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന എന്നെ ഈ ദിവസങ്ങളിൽ ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. അച്ഛാ, ഞങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ മടുത്തു. ഈ അടിയും ഈ വഴക്കും ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ മടുത്തു. ഇതെന്താണ് നമ്മുടെ സഭയിൽ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് അനേകർ ഹൃദയം തകർന്ന് നമ്മൾ മനുഷ്യരുടെ ഇടയിൽ നിൽക്കുന്ന ഒരാളാണ്. അവിടെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. മനുഷ്യർ ഹൃദയം തകർന്ന് പറയുകയാണ്, ഇതൊക്കെ എന്താണിത്? എനിക്ക് അവരോടെല്ലാം ഒരു കാര്യം പറയാനുള്ളൂ. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. അവർ നിങ്ങളെ വധിക്കും. എൻ്റെ നാമനിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും. 10-ാമത്തെ വാക്യം ഉറക്കെ വായിക്ക്. അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും. മനസ്സിലായോ? അനേകര് വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും വെറുക്കുകയും ചെയ്യും. വിശ്വാസികളുടെ ഇടയിൽ അനേകര് വിശ്വാസം ഉപേക്ഷിക്കും. അനേകർക്ക് വിശ്വാസം എന്താണ്? ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ദൈവജനത്തിന് സംഭവിക്കുക എന്താണ്? സഭയ്ക്കുണ്ടാകുന്ന ഡാമേജ്. ഒരു വശത്ത് അനേക ആയിരങ്ങൾ ജീവൻ പോലും കളഞ്ഞ് ആത്മാക്കളെ നേടുന്നു. മറുവശത്ത് അനേകായിരങ്ങൾ ഉതപ്പ് കൊടുത്ത് വിശ്വാസികളെ വഴിതെറ്റിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ജീവൻ കളഞ്ഞ മിഷണറിമാർ, ഞാൻ പറഞ്ഞില്ലേ, ചങ്കത്ത് കയറി കള്ളന്മാർ കയറി ചവിട്ടി ഇടിച്ച് ശ്വാസകോശത്തിൽ 30% കൂടെ അത് വർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് എന്നോടൊരു അച്ഛൻ പറഞ്ഞു, ആഫ്രിക്കയെ വെച്ച്, മലയാളി അച്ഛൻ. അങ്ങനെ മിഷണറിമാർ ഒരു വശത്ത് ജീവൻ കൊടുത്ത് ആത്മാക്കളെ നേടുന്നു, മറുവശത്ത് തോന്നിയാസം കാണിച്ച് ആത്മാക്കളെ നഷ്ടപ്പെടുത്തുന്നു. ജനത്തിൻ്റെ വിശ്വാസം കളയുന്നു. ചെറുപ്പക്കാരുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? വിജാതീയരായ ആളുകൾ പോലും പറയുന്നു, ഇതെന്താണ് നിങ്ങൾ കാണിക്കുന്നത്? പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് കാണുമ്പോൾ നിങ്ങൾ സത്യസന്ധനായ ദൈവത്തെ തേടുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് നോവുന്നെങ്കിൽ അവരോട് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ആരോടും ഒന്നും പറയാനില്ല. നിങ്ങളുടെ മനസ്സ് ഇതുമൂലം പതറുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സ് ഇതുമൂലം വേദനിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സ് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളിതോർത്ത് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ അസ്വസ്ഥരാവരുത്. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. ഹല്ലേലൂയ. ഇതെല്ലാം ഈശോ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. മുൻകൂട്ടി കർത്താവ് പറയാണ്, അനേകര് വിശ്വാസം ഉപേക്ഷിക്കും എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് സംഭവിക്കുന്ന ഡാമേജ് എന്താണെന്ന് തിരിച്ചറിയാതെ ഓരോരുത്തർ പ്രവർത്തിച്ചു തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യും? അനേകര് വിശ്വാസം ഉപേക്ഷിക്കും, പരസ്പരം ഒറ്റിക്കൊടുക്കും, ദ്വേഷിക്കും. അടുത്ത വാക്യം, നിരവധി വ്യാജപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട്
അനേകരെ വഴിതെറ്റിക്കും. അത് വേറൊരു കാര്യം. അടുത്ത വാക്യം, അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. മനസ്സിലായോ? അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം, അതായത് ഒരാളും ഈശോയിലേക്ക് തിരിഞ്ഞിട്ട് ചോദിക്കത്തില്ല കർത്താവ് എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കത്തില്ല. കർത്താവിന് എന്ത് തോന്നും ഈ നാണക്കേടുണ്ടാക്കുമ്പോൾ? കർത്താവിന് എന്ത് തോന്നും? ഈ നാണക്കേടുണ്ടാക്കുന്ന സമയത്ത് കർത്താവ് എന്ത് വിചാരിക്കും? കർത്താവിന് സങ്കടാവോ? കർത്താവാണെങ്കിൽ ഈ സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറും? കർത്താവാണെങ്കിൽ എങ്ങനെ ക്ഷമിക്കും? കർത്താവാണെങ്കിൽ എങ്ങനെ ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കും? ഇത് ചിന്തിക്കത്തില്ല, കർത്താവിലേക്ക് നോക്കത്തില്ല. കാരണം എന്താ? സ്നേഹം ആരോടല്ല? കർത്താവിനോടല്ല, അവനവനോട് തന്നെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ഒരു പ്രവൃത്തി ഇങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഉതപ്പ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ സമൂഹ മധ്യത്തിൽ സഭയുടെ മുഖം ഇങ്ങനെ കരിവാരി തെക്കുമ്പോൾ കർത്താവിന് എന്ത് തോന്നും? ഇങ്ങനെ ചിന്തിക്കത്തില്ല. കാരണം കർത്താവിനോടല്ലല്ലോ സ്നേഹം. അനേകരുടെ സ്നേഹം എന്തു ചെയ്യും? അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. നിങ്ങളിത് കണ്ടിട്ട് പതറരുത്, അതേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളിതൊന്നും കണ്ടിട്ട് പതറരുത്, നിങ്ങളിത് കണ്ടിട്ട് വിഷമിക്കരുത്, നിങ്ങളിത് കണ്ടിട്ട് ഭാരപ്പെടരുത്, നിങ്ങളിത് കണ്ടിട്ട് നിങ്ങളുടെ വിശ്വാസം കളയരുത്, പള്ളിപ്പോക്ക് നിർത്തരുത്. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് കർത്താവ് 2000 വർഷം മുമ്പ് മുൻകൂട്ടി പറഞ്ഞതാണ്. മനസ്സിലായോ? വചനപ്രഘോഷകൻ വീണുപോയാലും വചനം പരാജയപ്പെടില്ല. മനസ്സിലായല്ലോ? വചനപ്രഘോഷകൻ വീണാലും ദൈവവചനം പരാജയപ്പെടില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ മറ്റുള്ളവരുടെ ദുർമാതൃകകൾ കണ്ട് നിങ്ങൾ മനസ്സിടിഞ്ഞു പോകരുത്. അതെനിക്ക് പറയാനുള്ളൂ. അത് ഈ ദിവസങ്ങളിൽ കാണുന്ന വാർത്തകൾ കണ്ട് മനസ്സ് ഭാരപ്പെടുന്നത് കൊണ്ടും പലരും വിഷമിക്കുന്നത് കൊണ്ടും പറഞ്ഞതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ മനസ്സ് ഭാരപ്പെടരുത്. നിങ്ങൾ കർത്താവിനെ മാത്രമേ നോക്കാവൂ, വേറെ ആരെയും നോക്കരുത്. ഒരൊറ്റ മനുഷ്യനെ നോക്കി ജീവിക്കരുത്. ഈശോയെ നോക്കുക, വചനത്തെ നോക്കുക, അതനുസരിച്ച് ജീവിക്കുക, ദൈവിക സംവിധാനങ്ങളെ മാനിക്കുക, ഇടവകയെ സ്നേഹിക്കുക, പള്ളിയിൽ പോവുക, കുർബാനയിൽ പങ്കെടുക്കുക, പ്രാർത്ഥിക്കുക, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ അതായത് ഇതൊന്നും കുറയാൻ പോകുന്നില്ല, കൂടാൻ പോകുന്നേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കാരണം അത്രയും മനുഷ്യർ കർത്താവിൽ നിന്ന് അകന്നു കഴിഞ്ഞു. കർത്താവ് വിലയുണ്ടെങ്കിലല്ലേ കർത്താവിനെ പ്രതി എന്തെങ്കിലുമൊക്കെ ചെയ്യൂ. കർത്താവിന് വിലയില്ലെങ്കിൽ പിന്നെ ആരെ പ്രതിയാ ചെയ്യുന്നേ? ആരെ പ്രതി വിട്ടുകൊടുക്കും? ആരെ പ്രതി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും? ആരെ പ്രതി തോറ്റു കൊടുക്കും? സാരമില്ല, നമുക്ക് ഇത്തിരി ഡാമേജ് വന്നാലും സാരമില്ല, ക്ഷമിക്കാം, വിട്ടുകൊടുക്കാം. അത് ആരെ പ്രതി ചെയ്യും? കർത്താവില്ലല്ലോ പിക്ചറിൽ. കർത്താവെ എന്താണ് എനിക്ക്? കർത്താവെ പിടിച്ചു നിൽക്കാനുള്ള വിശ്വാസം തരണമേ. എല്ലാ ദുർശക്തികളും കയറി പിടിമുറുക്കി കഴിയുമ്പോൾ ഈ സഭയുടെ ദിശാബോധം നഷ്ടപ്പെട്ട് സഭ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ കൊടുത്ത് വേണ്ട കാര്യങ്ങളെയൊക്കെ ഗൗനിക്കാതെ മുന്നോട്ട് നീങ്ങുന്നൊരവസ്ഥ വന്നാൽ എനിക്ക് എൻ്റെ വിശ്വാസം നഷ്ടപ്പെടാതെ കർത്താവിനെ നോക്കി ജീവിക്കാൻ എന്നെ സഹായിക്കണം. തിരുസഭയെ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ കരുണയ്ക്ക് മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. സഭയിൽ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ മാറി സുവിശേഷ വേലയിലേക്കും ആത്മാക്കളുടെ രക്ഷയിലേക്കും ദൈവജനത്തെ പടുത്തുയർത്തുന്ന ദൗത്യത്തിലേക്കും സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അപ്രധാനമായ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റാനും കർത്താവിൻ്റെ കൃപ വ്യാപരിക്കാനായി പ്രാർത്ഥിക്കുകയാണ്. അനേക കോടി ആത്മാക്കൾ ലോകത്ത് നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിലയില്ലാത്ത കാര്യങ്ങളെ പ്രതി വഴക്കടിക്കാതെ ദൈവജനത്തെ ശ്രദ്ധിക്കാനുള്ള ഒരു വിവേകം, ഒരു തിരിച്ചറിവ്, ഒരു ബോധം സഭയിലുണ്ടാവാൻ പ്രാർത്ഥിക്കുകയാണ്. അനേക കോടി ആത്മാക്കൾ ഇടയിലില്ലാത്ത ആടുകളെ പോലെ അലയുമ്പോൾ കർത്താവെ അനേകായിരങ്ങൾ ജീവിതത്തിൽ ഒരാശ്വാസവാക്ക് ആരെങ്കിലും ഒന്ന് കേട്ടിരുന്നെങ്കിൽ, കർത്താവെ ആരെങ്കിലും അല്പസമയം തന്നിരുന്നെങ്കിൽ എന്നോർത്ത് പ്രയാസപ്പെടുമ്പോൾ, ദൈവജനം അജ്ഞതയിൽ നശിക്കുമ്പോൾ, കുടുംബങ്ങൾ നശിപ്പിക്കുമ്പോൾ, കർത്താവെ വിലയില്ലാത്ത കാര്യങ്ങളെ പ്രതി വഴക്കടിക്കുന്നത് നിർത്തി
ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ ആത്മാക്കളെ തേടി ഇറങ്ങാനുള്ളൊരു വിവേകം കേരള സഭയ്ക്ക് നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്രധാനമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആയുസ് പാഴാക്കി കളയാതെ, ഊർജം കളയാതെ, തിരുസഭയ്ക്ക് അങ്ങ് തന്ന മനുഷ്യ വിഭവശേഷി സ്വർഗം വിലയിടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, സ്വർഗരാജ്യത്തിൽ വിലയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ തിരുസഭയിൽ ഒരു അഭിഷേകം ആളിക്കത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭിന്നതയും കലഹങ്ങളും മാറി കർത്താവേ, സമാധാനത്തിൻ്റെ, ഐക്യത്തിൻ്റെയും യോജിപ്പിൻ്റെയും ഒരു കാലം ഞങ്ങളെ നോക്കി നിൽക്കുന്ന അനേകം വിജാതീയരുടെ നടുവിൽ സാക്ഷ്യത്തോടെ ജീവിക്കാൻ ഉതകുന്നൊരു കാലം ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകം കോടി മിഷണറിമാർ ജീവൻ കൈ പിടിച്ചും ജീവൻ പണയപ്പെടുത്തിയും നേടിയെടുത്ത ആത്മാക്കളെ ഉതപ്പ് നൽകി നഷ്ടപ്പെടുത്താതിരിക്കാൻ സഭയ്ക്കൊരു വിവേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയിലേക്ക് പ്രവേശിക്കാൻ പിശാച് കണ്ടുപിടിച്ച തുറന്നു കിടന്ന അധർമ്മത്തിൻ്റെ വാതിലുകൾ അടച്ച് അവയ്ക്ക് പരിഹാരം തേടാൻ, സഭ മുഴുവനിലും പരിഹാരത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഒരു നിലവിളി ഉയരാൻ സഭയിൽ ഒരു ദിശാബോധം രൂപപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമൂഹത്തിൽ ഞങ്ങൾ നാണം കെട്ടു നിന്ന സ്ഥലങ്ങളിൽ വീരോചിതമായ അഭിഷേകത്തിൻ്റെ, ഒരിക്കലും ആർക്കും പ്രതിരോധിക്കാനും തടഞ്ഞു നിർത്താനും പറ്റാത്ത അത്ഭുത അഭിഷേകമുള്ള ഒരു ജനതയെ ഈ സഭയിൽ ഉയർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാനം കെട്ടും നാണം കെട്ടും തലകുനിച്ച് നിന്ന മനുഷ്യരുടെ ഇടയിൽ കർത്താവ് ഇവരുടെ ഇടയിൽ ഉണ്ട് എന്ന് ജനം തലകുലുക്കി സമ്മതിക്കാൻ ഇടയാകുമാറ് ഒരു അഭിഷേകമുള്ള ജനതയെ എഴുന്നേൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയ്ക്ക് നേരിടുന്ന അപമാനങ്ങൾക്ക് ഉചിതമായ പരിഹാരം കണ്ടെത്താൻ സഭാധികാരികളുടെ കരങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്നും പ്രാർത്ഥിക്കുന്നു. പ്രിയമക്കളെ, കേരള സഭയ്ക്ക് വേണ്ടി, ഭാരത സഭയ്ക്ക് വേണ്ടി, ആഗോള സഭയ്ക്ക് വേണ്ടി ദിവ്യകാരുണ്യത്തിൻ്റെ അഭിഷേകം ഒഴുകി ഇറങ്ങട്ടെ എന്ന് ആഗ്രഹിക്കാം, ദാഹിക്കാം. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ശക്തിയോടെ അതിനെ തുറന്ന് കർത്താവിനെ വിളിക്കാം. യേശുവേ, 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 യേശുവേ.